നമസ്കാരം. ഞാൻ ജിനീഷ് ശാന്തിയോഗ. നമുക്കറിയാം അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടികളൊക്കെ ഈ അടുത്ത ഏതാനും ദിവസങ്ങൾ കൊണ്ട് വരാൻ പോവുകയാണ്. നമ്മുടെ ജൂൺ 21-ന് ലോകമെമ്പാടും ഈ ആഘോഷ തിമിർപ്പിലേക്ക് ഈ കാലെടുത്ത് വെക്കുവാൻ പോവുകയാണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഈ അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടികൾ ഇത്ര വിപുലമായി ആഘോഷിക്കുന്നത്. ഈ പ്രാവശ്യത്തെ തീം തന്നെ എന്താണ്? ആരോഗ്യപരമായ ജീവിതം വാർദ്ധക്യം എന്നുള്ള ഒരു നല്ലൊരു സന്ദേശം കൂടെ അതിന്റെ കൂടെ ഓരോ വർഷവും ഓരോ തീമിൽ ഈ വർഷത്തെ പ്രധാനപ്പെട്ട തീം അതാണ്. കാരണം നമുക്കറിയാം, പ്രായം മുന്നോട്ട് വരിക എന്നുള്ളത് ഒരിക്കലും നമുക്ക് തടുക്കാൻ സാധിക്കില്ല. പക്ഷെ അവിടെ സ്വതന്ത്രമായ ഒരു ജീവിതവും സന്തോഷകരവും മാനസികവുമായ ഒരു ജീവിതം ഹാപ്പി ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ നയിക്കുന്ന പ്രധാന ഘടകം. അതിനുള്ള പ്രോത്സാഹനമായിട്ടാണ് ഇത്തരം പദ്ധതികളെ നമ്മൾ കാര്യക്ഷമമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ പരിശീലന പദ്ധതികളും ഉൾപ്പെടുത്തിയുള്ള ശാന്തിയോഗയുടെ ക്ലാസുകൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരം പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ആളുകൾക്ക്, അതായത് പിരിമുറുക്കങ്ങളും ജീവിത തിരക്കുകളൊക്കെ ഉള്ള ആളുകൾക്ക് കഴിഞ്ഞ 19 വർഷമായി യോഗ പരിശീലന രംഗത്ത് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മൾ സമയത്തിനനുസരിച്ചുള്ള പരിശീലനം നമ്മൾ ഭവനത്തിൽ നിന്നും മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ സമയത്തിനനുസരിച്ചുള്ള പരിശീലന പദ്ധതികൾ ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ നമുക്ക് നല്ലൊരു യോഗ ഈസി ആയിട്ടുള്ളൊരു പരിശീലന ക്ലാസിന്റെ ഒരു രൂപം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ കാണിക്കുകയാണ്. നമ്മൾ വളരെ ലളിതമായിട്ടുള്ള യോഗ പരിശീലന ക്ലാസിന്റെ ഒരു രൂപമാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. എല്ലാവർക്കും അറിയാം, തിരക്ക് പിടിച്ച ഒരു സാഹചര്യത്തിൽ കുറച്ചെങ്കിലും നമ്മൾ വ്യായാമത്തിനെ നമുക്ക് ലളിതമായൊരു വ്യായാമത്തോടു കൂടി നമുക്ക് ഓരോ ദിവസം മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇവിടെ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു യോഗ പരിശീലനം എന്നുള്ളത് ആദ്യം ഉൾപ്പെടുത്തുന്നത്. ആദ്യം തന്നെ നമ്മൾ കാല് മടക്കി ഇങ്ങനെ ഇരിക്കാനൊന്നും ശ്രമിക്കരുത്. ബുദ്ധിമുട്ടുള്ളവർ കാല് നീട്ടി വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാം. കാരണം നമുക്ക് ശരീരം നിവർന്നിരിക്കുക എന്നുള്ളത്, നമ്മൾ ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ, അത്യാവശ്യം മസിൽസ് ഒക്കെ ഡെവലപ്പ് ആയതിനു ശേഷം, സെറ്റ് ആയതിനു ശേഷം ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞതിന് ശേഷമേ ഇങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സുഖാസനം ഇരിക്കാം. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ കൈകൾ കൂപ്പുകയിൽ കൊണ്ടുവന്ന് വളരെ ഫ്രീ ആയിട്ട് മനസ്സിന്റെ ശാന്തത ഒന്ന് തിരിച്ചറിയുക. അവിടെ കണ്ണടച്ചിരിക്കുമ്പോൾ ഏകാഗ്രതയോടുകൂടി മറ്റ് ചിന്തകളൊന്നുമില്ലാതെ നിങ്ങളുടെ ശ്വാസനിശ്വാസങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് പോകുന്നതും പൂർണ്ണമായും ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതിനുശേഷം ഗുരുപരമ്പരകളൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ക്ലാസ്സിൽ ആരംഭിക്കുന്നത് യോഗ പ്രയറിലൊക്കെ തന്നെയാണ്. ഇവിടെ നല്ല ഒരു അരമിനിറ്റെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ നോർമൽ ബ്രീത്തിങ് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ കൈകൾ നല്ലോണം റബ്ബിങ് കൊടുക്കുക, കൈകൾ നല്ലോണം ചൂടാക്കുക. അതിനുശേഷം പാം നമ്മുടെ ടച്ച് യുവർ ഐസ്, ഫിംഗർ ടച്ച് യുവർ ഹെഡ്. ഒന്ന് വിഷ്വലൈസ് ചെയ്ത് മാതാപിതാ ഗുരുക്കന്മാരെ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ, ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ, നല്ല ചിന്തകൾ ഉണർത്താൻ സാധിക്കട്ടെ, നന്മകൾ വരട്ടെ എന്നുള്ള മനസ്സിൽ ഒരു പോസിറ്റീവ് തിങ്സ് ഒക്കെ മുന്നിലോട്ട് കൊണ്ടുവന്ന് നല്ലൊന്ന് ഹെയർ മസാജിങ് കൊടുക്കുക. അതിനുശേഷം ഹിയർ മസാജും നെറ്റിത്തടവും നമ്മുടെ കഴുത്തിന്റെ ഭാഗമൊക്കെ ഒന്ന് മസാജ് കൊടുക്കുക. പിന്നെ കൈകൾ കോർത്ത് നല്ലോണം മുകളിലേക്ക് വന്ന് നമ്മളെ മുന്നിലേക്ക് ഒന്ന് നമസ്കരിക്കുക. ഇതാണ് ഫസ്റ്റിൽ നമ്മൾ തുടങ്ങേണ്ടത്. അതിനുശേഷം നിങ്ങൾ ആദ്യം തന്നെ ഇരു തോളുകളുടെയും ആയാസമാണ്. അത് ഇരുന്നു കൊണ്ട് പതുക്കെ തോളുകൾ ചലിപ്പിക്കുക. ഉയർത്തുമ്പോൾ ശ്വാസം എടുക്കാം, താഴ്ത്തുമ്പോൾ റിലീസ് ചെയ്യാം. അതിനുശേഷം അത് റൊട്ടേഷനിലേക്ക് മാറുക. ഇത് സിമ്പിൾ ആയിട്ട് ഒരു 5-6 പ്രാവശ്യം ഉണ്ടോ പതുക്കെ ഒന്ന് ചെയ്യുമ്പോൾ തന്നെ ആ നമ്മുടെ ഷോൾഡർ മൊബിലിറ്റി അവിടെ കിട്ടും. അതിനുശേഷം കൈകളുടെ റിസ്റ്റ് ആണ്, കൈ നിർത്തി വെച്ചിട്ട് റിസ്റ്റിന്റെ ആയാസമാണ്. അതിനുശേഷം കൈകൾ തുറന്നിട്ടിട്ട് കണ്ടോ സിമ്പിൾ റിലീസ്, ഇങ്ങനെ റിലീസ് ചെയ്തോളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കൂ, കഴുത്തിന്റെ മൂവ്മെന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവിടെ നിങ്ങൾ നേരെ വരുമ്പോൾ ശ്വാസം എടുക്കുക, കണ്ടാ. ഇവിടെ വരുമ്പോൾ എക്സേൽ കൊടുക്കുക, ഇവിടെ ബ്രീത്ത് എടുക്കുക, ഇവിടെ ശ്വാസം വിട്ടുകൊണ്ട്. കുറച്ചും കൂടെ വീഡിയോയിൽ മാതിരിയല്ല, കുറച്ചും കൂടെ സ്ലോയിൽ പോവുകയാണെങ്കിൽ കുറേ കൂടെ ഭംഗിയായിട്ട് നമുക്ക് ആ ഫീൽ തിരിച്ചറിയാൻ സാധിക്കും. അവിടെ കണ്ടോ തല ഉയർത്തുക. അടുത്തത് ഇവിടെ ചെസ്റ്റിന്റെ ഉണ്ടോ, ഈ ചെസ്റ്റിന്റെ ഭാഗങ്ങളിലേക്ക് വരുന്ന ആ ഒരു ഫീൽ തിരിച്ചറിയുക. തല താഴ്ത്തുമ്പോൾ വയറുള്ളിലേക്ക് കൊണ്ടുവരിക. ഇൻഹേൽ അപ്പ്,
എക്സേൽ ഡൗൺ. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്ന് കൈകൾ നല്ലോണം മുകളിലേക്ക് ഉയർത്തുക. ഇത് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് അത്ര ഫീൽ കിട്ടും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കൈ ഉയർത്തുമ്പോൾ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ഇവിടെ ചെസ്റ്റിലേക്കാണ് മിക്കവരും ശ്രദ്ധിക്കുക. ഇവിടെ വയറിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ ആ ബെർത്ത് ലോവർ റെസ്പിറേറ്ററി ആക്റ്റീവ് ആവുന്ന രീതിയിൽ കൊണ്ടുവരിക. പതിയെ കൈ താഴ്ത്തുമ്പോഴോ സാവകാശം ഇരട്ടി ശ്വാസം പുറത്തേക്ക് പോവുകയും വയറുള്ളിലേക്ക് ചലിക്കുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾ ഒന്ന് കാറ്റ് പോസിലേക്ക് വരിക. ഇവിടെ പലർക്കും ഒരു സംശയം ഉണ്ടാവും, കാറ്റ് പോസ് എങ്ങനെയാ ചെയ്യാന്നുള്ളത്. ഇവിടെ കാറ്റ് പോസ് കാലുകൾ അകലം പാലിക്കുകയും കൈയുടെ ഈ ഒരു അളവിലായിരിക്കും. കൈമുട്ട് വളയരുത്, നിവർന്നിരിക്കണം. പതിയെ നിങ്ങളുടെ ശ്വാസം എടുത്ത് തല പൊന്തിക്കുക. കഴുത്ത് നല്ല മുന്നിലേക്ക് വലിച്ചു പിടിക്കുകയും വയറിന്റെ ഭാഗം പതുക്കെ പതുക്കെ ഉള്ളിലേക്ക് ചുരുങ്ങുന്ന രീതിയിൽ. അവിടെ ക്യാമറയ്ക്ക് അഭിമായി ഇങ്ങനെ വരുമ്പോൾ പോസ് ഇങ്ങനെ വരും. ബ്രീത്ത് എടുക്കുകയും ബ്രീത്ത് ഔട്ട് ചെയ്യുകയും. ഈ ഒരു മൂവ്മെന്റ് ആണ് ഞങ്ങൾ യോഗ ഇതിന് മാർജാരാസനം എന്നാണ് നമ്മൾ പറയാം. അതിനുശേഷം പതിയെ സാവകാശം സാധാരണ നിലയിൽ കാലുകൾ നീട്ടിയിരിക്കുക. ഇവിടെ നമ്മൾ യോഗ മാറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. എന്നാൽ ഇത് നിങ്ങൾക്ക് കൃത്യമായ ഒരു അളവ് കിട്ടുള്ളൂ. ആ ഒരു ഫീൽ തിരിച്ചറിയാൻ പറ്റും. മുട്ടിന് മസാജ് കൊടുക്കുക. കാലുകൾ നല്ലവണ്ണം ആയാസപ്പെടുത്തുക. ഇതൊരു 5 മിനിറ്റ് സമയം ഈ രീതിയിൽ ചലിപ്പിക്കുക. അതിനുശേഷം ഒരു 15 സെക്കൻഡ് കാൽ കുത്തനെയിരുന്ന വിരലുകൾ മടക്കുക. അവിടെ കൈവിരൽ കൊണ്ട് ചേർത്ത് മടക്കുക. ആ 15 സെക്കൻഡ് നിങ്ങൾ ശ്വാസം ഉള്ളിൽ പിടിക്കേണ്ട, നോർമൽ ബ്രീത്തിങ് നടക്കട്ടെ. ആസ്വദിച്ച് പരിശീലിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പരിശീലനം മുന്നോട്ട് വരുന്നത്. അതിനുശേഷം കൈവിരലുകൾക്കുള്ള മസാജ് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ? അതിനുശേഷം പാദങ്ങളുടെ ആയാസം ശ്രദ്ധിക്കുക. പതിയെ റൊട്ടേഷൻ കൊടുക്കുക. ഇരുവശങ്ങളിലേക്കും ഒരേ നിലയിൽ റൊട്ടേഷൻ. കണ്ടോ? മസിൽസിന് ആയാസം കിട്ടി. പിന്നെ വലത്തെ കാലൊന്ന് ചേർത്ത് വെക്കുക. പതിയെ തിരിച്ചു വന്ന് ഇടത്തെ കാൽ മടക്കി. കണ്ടോ? ഇവിടെ നമ്മൾ ഫോൾഡിങ് ചെയ്യുമ്പോൾ ശ്വാസം പുറത്തേക്ക് പോകാം. ശ്വാസം എടുത്ത് റിലീസ് ചെയ്തു. എക്സേൽ. പിന്നെ നമ്മൾ സാധാരണ ക്ലാസ്സിൽ പ്രധാനമായി ദിവസവും പരിശീലിക്കുന്ന മുട്ടുവേന വരാതിരിക്കാനൊക്കെ ടൈസ് ഇങ്ങനെ ക്യാച്ച് ചെയ്ത് നല്ല വേണ്ട ഈ ഒരു സ്ട്രെച്ചിങ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കണ്ടോ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? പതുക്കെ കാല് മടക്കി നോക്കൂ. സ്ട്രെച്ചിങ്. കൗണ്ടർ ഇടത്തെ കാലിനും കൊടുക്കുക. പിന്നെ ലിഗമെന്റിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ റൊട്ടേഷൻ കൊടുക്കുക. ഈസി മൂവ്മെന്റ്. റിലാക്സ് കൊടുക്കുക. കൈകൾ നല്ലോണം ഉയർത്തുക. ഇടുപ്പിന്റെ ഒരു സ്ട്രെച്ചിങ് കൊടുക്കുക. ഇതാണ് നോർമൽ മസാജ്. നമുക്ക് നല്ല ഭംഗിയിൽ നമ്മൾ ഈ ഒരു മൂവ്മെന്റ് കൊടുക്കുന്നത് എന്തിനാണ്? ഇതൊരു സ്ട്രെച്ചിങ് മസാജ് മാത്രമല്ല, നമ്മൾ ന്യൂറോജെനറ്റിക്കൽ പ്രോബ്ലംസ്, ഗൈനക്കോളജിക് ഇഷ്യൂസ്, പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിരവധി വീഡിയോ ഇന്ന് യൂട്യൂബിൽ വരാൻ തുടങ്ങി. കാരണം കൊറോണ കാലത്തൊക്കെ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആളുകൾ കളിയാക്കിയിരുന്നു. ഇന്ന് ഒത്തിരി യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നിറയെ വീഡിയോ ഏതെങ്കിലും പോസ്റ്റേഴ്സ് മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെ ഓൺലൈൻ സ്റ്റുഡന്റും അതുപോലെ ഓഫ്ലൈൻ സ്റ്റുഡൻസിനൊക്കെ ഞങ്ങൾ പ്രത്യേകം പറയുന്നു, ഒരു ആസനം മാത്രമല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇത് കണക്റ്റഡ് ആണ്. യോഗ അതാണ്. നിയമ ആസന പ്രാണായാമ എന്ന് കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഈ സ്ട്രെച്ചിങ് മസാജ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അത് പ്രാക്ടീസ് ആവാൻ വേണ്ടി നമ്മൾ ഈ മൂവ്മെന്റിലേക്ക് ഇത്രയും സമയം വന്നത്. ഓരോ പോസ്റ്റേഴ്സിനും ഫ്ലെക്സിബിലിറ്റി കിട്ടണമെങ്കിൽ അതിനായിട്ടുള്ള സിമ്പിൾ ബേസിക്സ് നമ്മൾ ലൂസിംഗ് സിലബസ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നവർക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടാവില്ല. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഈ ഇരുത്തത്തിലെ ഒരു 101 തവണ ഇങ്ങനെ സ്ട്രെച്ചിങ് ഡെയിലി നിങ്ങൾ ഉൾപ്പെടുത്തുക. സിമ്പിൾ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് ആയതിനു ശേഷം കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ മാക്സിമം ഫ്രീ ആക്കാം. ഓക്കെ. പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കാലെടുത്ത് ഇങ്ങനെ മുകളിലേക്ക് വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ലെഗ്സ് നല്ല സപ്പോർട്ട് കൊടുത്തു കാല് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഉയർത്തിയിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാം. മൂവ്മെന്റ് കൊടുക്കാം. ഇവിടെ ഈസി മൂവ്മെന്റ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് നമ്മൾ കൈകൾ നല്ലോണം മുകളിലേക്ക് ശ്വാസം എടുത്ത് ഇങ്ങനെ ഉയർത്തും. പതുക്കെ പതുക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരും. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തും. പതുക്കെ നമ്മൾ റിലീസ് കൊടുക്കും. കണ്ടോ? ഇൻഹേൽ അപ്പ്, എക്സേൽ, അപ്പ് ആൻഡ് റിലീസ്. ഇനി നേരെ നമ്മൾ എന്ത് ചെയ്യും?
പതിയെ സാവകാശം നമ്മള് വലത്തെ കാല് ഉണ്ടോ ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് വലത് കൈ സപ്പോർട്ട് കൊടുത്ത് ഇടത് കൈ കൊണ്ട് ഇങ്ങനെ ട്വിസ്റ്റിങ് കൊടുക്കണ്ട. അവിടെ റിലീസ് കൊടുക്കുക. ഇടത്തെ കാല് മടക്കി പിടിക്കുക. പതുക്കെ റിലീസ് കൊടുക്കുക. ഇതിന് വക്രാസന എന്ന് പറയും, സിമ്പിൾ സ്പൈൻ ട്വിസ്റ്റിംഗ്. ഇവിടെ നമ്മൾ വലത്ത് കാല് മടക്കുമ്പോൾ വലത് കൈ ബാക്കിൽ സപ്പോർട്ട് വരണം. ഇടത് കൈ കൊണ്ട് ചേർത്ത് ഇങ്ങനെ പിടിക്കേണ്ട. ഇത് വളരെ സിമ്പിൾ ആയിട്ട് റോൾ ഓൺ റൈറ്റ് ഷോൾഡർ. റിലീസ് കൊടുത്താലോ ഇടത്തെ കാല് മടക്കി വെക്കുമ്പോ എന്താ റോൾ ഓൺ ലെഫ്റ്റ് ഷോൾഡർ. ഇവിടെ നമ്മൾ നോക്കൂ, വീണ്ടും നമ്മൾ കൈ നല്ലോണം ഉയർത്തുക. എന്നിട്ട് നമുക്ക് ആദ്യത്തെ തവണ വന്ന മാതിരി തന്നെ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് വരാൻ ശ്രമിക്കുക. ബാക്ക് പെയിൻ ഉള്ളവർ ഒരിക്കലും സ്ട്രെയിൻ എടുക്കരുത്. സിമ്പിൾ ആയിട്ട് കൊടുക്കുക. ഇവിടെ കൈ ഉയർത്തുമ്പോൾ നമ്മളെ ഇന്നർ ഓർഗൻസിനുള്ള മസാജ് ആയതുകൊണ്ട് നല്ല ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക. പതിയെ റിലീസ് ചെയ്യണ്ട. അതിനുശേഷം കൈ അതേ ലെവൽ ഇങ്ങനെ കൊണ്ടുവന്ന് നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നേരെ ഉയർത്തി സാവകാശം മുന്നോട്ട് പോയി ക്യാച്ച് ചെയ്തു നെറ്റി തൊടിക്കുക. പക്ഷെ അത് എക്സ്പീരിയൻസ് ആവാൻ നമ്മൾ ആയി കഴിഞ്ഞാൽ നമുക്ക് പല നല്ല ഭംഗിയിലും വൃത്തിയായിട്ട് ചെയ്യാം അല്ലേ. ആദ്യം തന്നെ നമ്മൾ അതിലേക്ക് സ്ട്രെയിൻ എടുക്കരുത്. വളരെ പെട്ടെന്നൊരു പിടുത്തം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൗണ്ടർ ഒന്ന് കിടന്ന് ശ്വാസം എടുത്ത് കൈ പുറകിലേക്ക് പോവുക. അങ്ങനെ പിടിച്ച് പെയിൻ കൊണ്ട് നിൽക്കരുത്. ശ്രദ്ധിച്ച് വേണം. പിന്നെ എന്താണ്, നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എംപ്റ്റി സ്റ്റൊമക്കിലായിരിക്കണം യോഗ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ടോയ്ലറ്റ് പോകണം, നല്ല ഡൈജഷൻ ഫുഡ് കഴിക്കണം. അത് മറ്റൊരു വീഡിയോയില് ഭക്ഷണ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വീണ്ടും ഒന്നും കൂടെ പറയാം. എന്നിട്ട് നേരെ നമ്മളൊന്ന് കൈ കുത്തിയാ ഒന്ന് ബാലൻസ് കൊടുക്കണ്ട. പിന്നെ കൈ പുറകിലേക്ക് വെച്ചു, പാദം മുന്നിലേക്ക് നീട്ടി ഒരു കൗണ്ടർ കൊടുക്കണ്ട. ഇതൊരു കോംപ്ലിമെന്ററി ആസനമാണ്, പൂർവ്വ ഉത്ഥാനാസന എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഒരു സിമ്പിൾ ആസനം ഇരുന്നിട്ട് ചെയ്യാം. പിന്നെ നേരെ കാറ്റ് പോസിൽ വന്ന്, അറിയാലോ നേരത്തെ വീഡിയോയില് ഈ രണ്ട് കാലുകളും വിട്ടു, കൈ ഇവിടെ സപ്പോർട്ട് കൊടുത്തു. വളരെ ഈസി ആയിട്ട് ശ്വാസം എടുത്ത് കണ്ടോ, പൊങ്ങി റിലീസ് കൊടുത്തു കണ്ടോ, ബ്രീത്ത് എടുത്ത് റിലീസ് അല്ലേ. അത് നേരെ നമ്മൾ ഫേസ് ഡൗണിൽ വരികയാണെങ്കിലോ പതുക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കണ്ടോ മകരാസനം. ഇവിടെ കാൽപാദം നോക്കൂ, നീട്ടി വെച്ച് കാൽ അകത്തിയിട്ടായിരിക്കുന്നത്. ഇവിടെ നിങ്ങളൊരു 5-10 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. കഴുത്തുവേനുള്ളവരാണെങ്കിൽ ഇങ്ങനെ വിശ്രമിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മ വയ്ക്കുക. എന്നിട്ട് അതിനുശേഷം കാലടുപ്പിച്ച് പതിയാണ് ഭുജംഗാസനത്തിലേക്ക് സാവകാശം ശ്വാസം എടുത്തിട്ടാണ് പൊങ്ങുന്നത്. റിലീസ് ചെയ്യുക. ഇനി വല്ലാതെ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, കൈ ഇങ്ങനെ സരൾ ഭുജംഗാസനത്തിലേക്ക് വരിക. അത് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ കണ്ടോ പതിഞ്ഞ് കിടക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കണ്ടോ ഈ ലെവലിൽ പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ ഫേസ് ഒന്നും ചുളിക്കുക ഒന്നും വേണ്ട, നെറ്റി ചുളിക്കുക. വളരെ ഈസി ആയിട്ട് ബ്രീത്ത് എടുക്കുന്നു, ബ്രീത്ത് വിടുന്നുണ്ട്. അതിനുശേഷം താടി ടച്ച് ചെയ്തിട്ട് ഇടത്തേക്കാലോ 2 അടി ഉയർത്തുക, റിലീസ് കൊടുക്കുക. ലളിതമായിട്ടുള്ള പ്രാക്ടീസാണ് നമ്മൾ പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എത്ര ഭംഗിയിൽ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വരിക, കൺട്രോൾ ചെയ്തിട്ട് വരിക. പ്രാണായാമം ചെയ്യാന്ന് പറഞ്ഞാൽ ശ്വാസത്തിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കൃത്യമായി നമ്മൾ ശ്വാസത്തിന്റെ താളം മനസ്സിലാക്കുക. ശ്വസന ക്രമം പാലിച്ചുള്ള പരിശീലനം കൃത്യമായിട്ട് കൊണ്ടുവരിക. കൈ നല്ലോണം ഉയർത്തുക, റിലാക്സ് കൊടുക്കുക, ഒരു 5 മിനിറ്റ് ശവാസനത്തിൽ വിശ്രമിക്കുക. അത് നമ്മൾ ഒരുപാട് വീഡിയോ ജിനീഷ് ശാന്തി യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ലളിതമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഉൾപ്പെടുത്തി നിങ്ങളുടെ പദ്ധതി മുന്നോട്ട് പോവുക. അതിന്റെ കൂടെ നിങ്ങൾ സൂര്യ നമസ്കാരം മറ്റൊരു വീഡിയോ ഇതിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് സൂര്യ നമസ്കാരം നോക്കി പഠിക്കാം. ഒരു 3 റൗണ്ടെങ്കിലും സൂര്യ നമസ്കാരം കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു അല്പസമയം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് പോയിക്കൂടെ. നിങ്ങളൊന്ന് നല്ല റിലീഫ്, നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ സ്വതന്ത്രനായിരിക്കും. ഓക്കെ. ഓം ശാന്തി 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 ഹേ. ഞങ്ങളെ യൂട്യൂബ് ചാനലുകൾ ജിനീഷ് ശാന്തി യോഗ എന്ന യൂട്യൂബ് ചാനൽ കിട്ടും. കഴിഞ്ഞ 19 വർഷമായി മുന്നോട്ട് പോകുന്ന ശാന്തി യോഗയുടെ പരിശീലന ക്ലാസ്, ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്.